ഹലോ. അപ്പോൾ ഞാനും ഭാഗ്യേച്ചിയും കൂടെ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് കസ്റ്റമർ കുറവായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് നമ്മളൊരു കസ്റ്റമറിൻ്റെ തുണി ഷോപ്പിലേക്ക് പോകാം കേട്ടോ. കുറേ നാളായി പറയുന്നു വരണം എന്ന്. പക്ഷേ ഇന്ന് അവളെ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവളെ ഉണ്ടോയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ താഴെ ബജിയേച്ചിയുടെ ബജിയേച്ചി നിൽക്കുന്ന ഷോപ്പിൽ കയറി അവിടെ ബജിയേച്ചിയോട് കുറച്ച് സമയം സംസാരിച്ച് നേരെ നമ്മളെ ഫാസ് എന്നാണ് കേട്ടോ ആ തുണിക്കടയിൽ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ കുറേ നാളായി നമ്മളോട് അങ്ങോട്ട് വാങ്ങാമെന്ന് പറയുന്നു. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ക്ഷീണമായതുകൊണ്ട് അവൾ ഷോപ്പിൽ വരാൻ തുടങ്ങിയോ എന്നറിയില്ല. വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സർപ്രൈസായിട്ട് പോകാമെന്ന് കരുതി നമ്മളിറങ്ങിയതാണ്. അപ്പോൾ ഞാനും ഭാഗ്യേച്ചിയും കൂടെ നടന്ന് പോവാണ്. അപ്പോൾ തുണി ഷോപ്പ് ഏകദേശം എവിടെയാണെന്നൊക്കെ അറിയാം, പക്ഷെ നമ്മൾ ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ ഇതാ ബിൽഡിങ്ങിലാണ് കേട്ടോ. തുണി ഷോപ്പ് എവിടെയാന്ന്. അപ്പോൾ നമ്മൾ ഒരുപാട് റൂമൊക്കെ ഒഴിവുണ്ട്, പക്ഷെ ഇവിടെ ആരും അധികം റൂമൊന്നും എടുത്തിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഫാസിൻ്റെ പേര് മാർക്കൊക്കെ കണ്ട് കയറി പോവാണ്. എവിടെയാണ് ഇവിടെ ഷോപ്പ്? ഇപ്പോൾ ഒരു രണ്ടാമത്തെ നിലയാണ് എൻ്റെ ഷോപ്പ്. കൂടുതൽ ഇൻസ്റ്റാഗ്രാം വഴി പരസ്യമൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവളെ തുണിയൊക്കെ നന്നായി ചിലവാകുന്നുണ്ട്. കാരണം പെട്ടെന്ന് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ്. പെട്ടെന്ന് ആരും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഏരിയയിലാണ് കേട്ടോ ഒരു ഷോപ്പ് കിട്ടും. പക്ഷേ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഈ ഒരു ലൈനിൽ കാണുന്നതൊക്കെ നമ്മളെ ഓഫറിന് ഇട്ടതാട്ടോ. ഒക്കെ നല്ല മെറ്റീരിയലായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ മെറ്റീരിയലാണ്. ഇപ്പോൾ ചെറിയ റേറ്റിന് ഇട്ടേക്കുവാണ്. അല്ലെങ്കിൽ നല്ല സെലക്ഷനായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി. അവളവിടെ ഉണ്ടായിരുന്നില്ല, സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്റ്റാഫിനോട് കുറച്ച് സമയം സംസാരിച്ചിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഇത് അടിപൊളി കളക്ഷൻസാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ന്യൂ സ്റ്റോറിലേക്കാണ്. അവിടെ ഇതൊക്കെ ചുരിദാർ, റെഡിമെയ്ഡുള്ള ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. നല്ല സൂപ്പർ സെലക്ഷനായിരുന്നു ഇവിടെ. കൂടെ നമ്മുടെ ധന്യക്കുട്ടി ഉണ്ടായിരുന്നു, ബൈക്ക് വെച്ചാൽ ധന്യക്കുട്ടി കണ്ടത്. അപ്പോൾ ഞാനും ധന്യയും ഭാഗ്യേച്ചിയും കൂടെ ന്യൂ സ്റ്റോറിലെ കളക്ഷൻസൊക്കെ നോക്കാൻ പോയി. നല്ല അടിപൊളി മെറ്റീരിയലായിരുന്നു. കൂടാതെ റെഡിമെയ്ഡ് ചുരിദാർ, ടോപ്പ്, കുർത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നോക്കി വിഷുവിന് വേണ്ടതൊക്കെ കണ്ടുവച്ചിട്ടാണ് ഇറങ്ങിയത്. നല്ല അടിപൊളി കളക്ഷൻസായിരുന്നു. ഇതൊക്കെ റെഡിമെയ്ഡാട്ടോ.